അർജന്റീന കേരളത്തിലെത്തും. അർജന്റീന കേരളത്തിൽ എത്തണം. മെസ്സിയും കളിക്കണം. കാരണം ഇവിടെയുള്ള ഒരു അർജന്റീന ഫാൻസിൻ്റെ ഒരു ഭയങ്കരമായ വികാരവും അവരുടെ സന്തോഷവും അർജന്റീന ഫാൻസ് മാത്രമൊന്നുമല്ല കേട്ടോ, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേൾഡിലെ നമ്പർ 1 ടീം നമ്മുടെ നാട്ടിൽ വന്നിട്ട് കളിക്കുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇതിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് ദിവസമായി ഈ ഒരു കോണ്ടന്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. സംഗതി മെസ്സി വരുന്നതും അർജന്റീനൻ ടീം വരുന്നതും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഫുട്ബോൾ ഫ്രെറ്റേണിറ്റിക്ക് പോസിറ്റീവായിട്ട് അതിൽ നിന്ന് എന്ത് കിട്ടും, എന്ത് ലാഭം, ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് കാര്യങ്ങൾ കുറച്ച് ദിവസം മാറുന്നല്ലാതെ അതിനുപരി എന്ത് പോസിറ്റീവ്സ് കൊണ്ടുവരാൻ പറ്റും അർജന്റീന നമ്മുടെ നാട്ടിൽ വന്ന് കളിച്ചു കഴിഞ്ഞാൽ. ഇത് കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാതെ ഇവിടുത്തെ സ്പോർട്സ് മിനിസ്റ്ററും ഇവിടുത്തെ ഗവൺമെൻറ്റും അർജന്റീനനെ കൊണ്ടുവന്നാലും പ്രത്യേകിച്ച് ഒരു ഗുണവും നടക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഫെസിലിറ്റീസ് മോശമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് ഏത് സ്പോർട്ടിലാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ക്രിക്കറ്റിന് മാത്രമാണ്. ബിക്കോസ് അത് BCCIൻ്റെ ഒരു കാശുള്ളത് കൊണ്ടും ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ വേൾഡ് മൊത്തത്തിൽ ഒരു ഡോമിനൻസി ഉള്ളത് കൊണ്ടുമാണ് അതിനങ്ങനെ ഒരു ഫേസ്. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഫുട്ബോളിന് ഡോമിനൻസി ഇല്ല എന്നല്ല കേട്ടോ, പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മളിവിടുത്തെ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു അസോസിയേഷനും ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റും വളരെ വീക്കാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ എന്നാണ് എനിക്ക് പറയുള്ളൂ. നമ്മളെ ഇവിടുന്ന് ലോക്കൽ കളിച്ച് സെവൻസ് കളിച്ച് ലോക്കൽ ടാലൻസ് കയറി പോകുന്നത് അത് അവരുടെ ടാലൻറ്റും ഇവിടെയുള്ള ലോക്കൽ എഫേർട്ടും കൊണ്ടാണ്. അതൊരു പ്രത്യേകിച്ചൊരു അസോസിയേഷൻ്റെ കഴിവ് കൊണ്ട് ഒരാളെ കയറ്റി കൊണ്ടുപോയി അങ്ങനത്തെ സ്കീം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടില്ല. അപ്പം എന്താണെങ്കിലും നമ്മുടെ സ്പോർട്സ് മന്ത്രി അങ്ങേര് ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് മെസ്സിയെ കേരളത്തിലെത്തിക്കും, സൗഹൃദ മത്സരം കളിപ്പിക്കുന്നു പറഞ്ഞിട്ട്. അത് ഏത് റൗണ്ടിൽ കളിക്കും, ഓപ്പോസിറ്റ് ഏത് ടീം കളിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. ആദ്യം അർജന്റീനൻ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻസ്പെക്ഷന് വേണ്ടി കുറച്ച് ടീം ഇവിടെ വരണം, അവർ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷമേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. എന്താണെങ്കിലും സ്പോർട്സ് മന്ത്രി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കാം. കായിക ഇനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അർജന്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെയിനിൽ പോയിരുന്നു. നിങ്ങൾക്കറിയാവുന്ന സ്പെയിനിൽ വെച്ച് ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും 2025 ഇന്ത്യയിൽ അർജന്റീനിയൻ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച് നിങ്ങളെ കാണാമെന്ന് ഉദ്ദേശിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരും എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർ കത്ത് മുഖാന്തരം അവരെ അറിയിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഈ ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ച് തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മന്ത്രിയുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം ക്ലിയറായി. ഗവൺമെൻറ് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം എല്ലാവർക്കും ഫുട്ബോളിനെ ഇഷ്ടമാണെന്നും എല്ലാവരും അർജന്റീന ടീമിൻ്റെ ഫാൻസൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറേ ആളുകൾ പറയും എന്തിനാരോ കൊണ്ടുവരണം എന്നുള്ള ചോദ്യവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നാട്ടുകാരുടെ പൈസ എടുത്ത് കൊടുത്തിട്ട് പരിപാടി നടക്കില്ല. അപ്പോൾ പിന്നെ സ്പോൺസർഷിപ്പ്, വ്യാപാര വ്യവസായി, ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ്, അങ്ങനെ കുറേ അവരെ തന്നെ പിടിക്കേണ്ടി വരും. മനസ്സിലായി? അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. കാരണം അർജന്റീന വരുന്നു, മെസ്സി വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വ്യാപാര വ്യവസായിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, അവരുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പല ഓഫറുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇവൻറ്റ്സൊക്കെ വെച്ചിട്ട് അവർക്ക് ടിക്കറ്റ് സെയിൽ നടത്താൻ പറ്റും, ജേഴ്സി സെയിൽ നടത്താൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫണ്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ഈ 100 കോടിയാണ് എന്നുണ്ടെങ്കിൽ അത്രയും പൈസ സർക്കാരിന് ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും.
പക്ഷെ വ്യാപാര വ്യവസായി ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഇതിന്ന് ലാഭം വരണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു അർജൻറ്റീന വരുന്നു, മെസ്സി വരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു മാസത്തേക്ക് ഒരു ആഘോഷമായിരിക്കും. ഒരു 10-20 ദിവസം എങ്ങനെ ആഘോഷിക്കും അവർ വരുന്നതിൻ്റെ ആ ഒരു, പിന്നെ വന്ന ഒരു ടൈമിലും അപാരമായ ക്രൗഡ്. ഇപ്പോൾ കൊച്ചിയിലാണ് കളി എന്നുണ്ടെങ്കിൽ കൊച്ചി ഫ്ലഡഡ് ആയിരിക്കും, ഇതിലൊന്നും പറയാനില്ല. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കൃത്യമായി വ്യാപാര വ്യവസായിയും ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് റിക്കവർ ആവാൻ പറ്റും എന്നുള്ളത് എനിക്കും പേഴ്സണലി തോന്നുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആ ഒരു ഇൻസ്റ്റൻറ്റ് ടൈമിൽ തീരുന്ന കാര്യങ്ങളല്ലേ. അവിടെ തീർന്നല്ലോ. അർജൻറ്റീന വരുന്നു, പോകുന്നു. ഓക്കെ, ഇനി വരുന്നതിന് മുമ്പ് സ്റ്റേഡിയം നന്നാക്കണം, ഓപ്പോസിറ്റ് ടീമിനെ കണ്ടു കിട്ടണം, കുറേ ടാസ്കുകൾ വേറെയും കിടക്കുന്നുണ്ട്. 10-50,000 പേരുള്ള സ്റ്റേഡിയത്തിലെങ്കിലും കളിക്കണം. ഓക്കെ, ടിക്കറ്റ് സെയിൽ നടക്കണം, ജേഴ്സി സെയിൽ നടക്കണം. അപ്പോൾ അത് ചെറിയൊരു ടാസ്ക് അല്ല. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും ആ പോയിന്റിലേക്ക് വരുന്നു. ഇതൊക്കെ നടന്നാലും എന്താണ് ഇവിടെ ഫുട്ബോളിന് കിട്ടും? കേരളത്തിലെ ഫുട്ബോളിന് ഇത് എങ്ങനെ പോസിറ്റീവായിട്ട് എന്ത് കിട്ടും? ചിലപ്പോൾ അർജൻറ്റീനൻ മാനേജ്മെൻറ്റ് ഇവിടെയുള്ള ലോക്കൽ ടാലൻസിന് പ്രാക്ടീസ് കൊടുക്കാമെന്ന് പറയും. ഫൈൻ, പക്ഷേ പ്രാക്ടീസ് കൊടുക്കാൻ അവരെ എവിടെ കൊടുക്കും? ഇപ്പോൾ സ്റ്റേഡിയം നന്നാക്കി എന്ന് വിചാരിച്ചു. കൊച്ചി സ്റ്റേഡിയം അർജൻറ്റീന വരുന്നതിന് നന്നാക്കിയില്ല. ഈ കോഴിക്കോട് സ്റ്റേഡിയം നന്നാക്കി, ഈ മഞ്ചേരി സ്റ്റേഡിയം നന്നാക്കി, 50,000 കപ്പാസിറ്റി വെച്ചു. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള സ്റ്റേഡിയങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്? മെയിൻ്റനൻസ് കൃത്യമാണോ? അല്ല, മെയിൻ്റനൻസ് ഉണ്ടാവില്ല. പിന്നെ ആ ഗ്രൗണ്ടിലേക്ക് വേറെ ആർക്കും കളിക്കാൻ കയറുന്നുണ്ടെങ്കിൽ അപാരമായ ഫീസും കൊടുക്കേണ്ടി വരും. കാരണം മെയിൻ്റനൻസിൻ്റെ പൈസ വരെ ഈ വാടകയ്ക്ക് കൊടുത്തിട്ട് മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ നടുവിലാണ് അർജൻറ്റീനയും മെസ്സിയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറയുമ്പോൾ കുറന്ന് കളിപ്പിക്കണേക്കാൾ നല്ലത് എന്താ പറയുക, കളിപ്പിച്ച് കഴിഞ്ഞാൽ ആരൊപ്പം കളിക്കും, എതിർ ടീം കളിക്കും. ഇനി അതിന് വേറെ ടീമിനെ ഇറക്കേണ്ടി വരും. നമ്മുടെ ടാലൻസിനെയും നമ്മുടെ രാജ്യത്തുള്ള ഫുട്ബോളേഴ്സിനെയും ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി നല്ലത് നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ല പ്ലേയേഴ്സ്, ഇന്ത്യയിലെ തന്നെ ടോപ്പ് പ്ലേയേഴ്സിനെ, ഇന്ത്യൻ ടീമിനെ തന്നെ കൊണ്ടുപോയി ഇറക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഇറക്കി വിട്ടാലടക്കം അർജൻറ്റീന അത് വേൾഡ് നമ്പർ 1 പാടാടേ അത്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു മജ കിട്ടാൻ ഭയങ്കര സീനായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ചോദ്യങ്ങളുടെ നടുവിൽ ഈ ഒരു ടാസ്ക് ഏറ്റെടുത്തത് സക്സസ്ഫുൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയൊന്നുമില്ല. എന്തായാലും നടക്കട്ടെ. കാരണം അർജൻറ്റീനൻ ടീമിനെയും മെസ്സിനെയും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗൾഫിലേക്കോ യൂറോപ്പിലേക്കോ ട്രാവൽ ചെയ്തിട്ട് വരെ കളി കാണുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് കാണുന്നവർ കാണട്ടെ, കിട്ടുന്ന സന്തോഷം, ദാറ്റ്സ് ഫൈൻ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസിനല്ലേ ആദ്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോഴും ട്രാക്കിൽ ഓടാൻ ഷൂ ഇല്ലാത്ത കുട്ടികളില്ലേ? ഒരു ഇവൻറ്റിന് പോകാൻ ട്രെയിനിനും ഫ്ലൈറ്റിനും ടിക്കറ്റ് കിട്ടാതെ നമ്മുടെ കായിക താരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും സ്റ്റക്കാവുന്ന ന്യൂസുകൾ നമ്മൾ കാണുന്നില്ലേ? ഇല്ലേ? അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റണം. രാജ്യത്ത് തന്നെ, ലോകത്ത് തന്നെ 1-ാം നമ്പർ ടീമായിട്ടുള്ള അർജൻറ്റീന, മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജൻറ്റീനയാണ് നടത്തുന്നത്. അവർ അടുത്ത 1.5 മാസത്തിനകം ഒരു കേരളത്തിൽ വരും. കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജൻറ്റീൻ നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനകീയ ഫുട്ബോൾ കേരളത്തിൽ നടത്താൻ സർക്കാരിനൊത്ത് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ഈ വ്യാപാരി സമൂഹത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്കിതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. പൈസ എവിടെ നിന്നാണ് ഇവർ ഫണ്ട് കണ്ടെത്താൻ പോകുന്നതെന്നുള്ളത് ഈ ഒരു വർത്താനം തന്നെ ക്ലിയർ ആണ്. ഓക്കെ, ഇങ്ങനെ അർജൻറ്റീനൻ ടീമിനെ കൊണ്ടുവരാൻ ജസ്റ്റ് ഫോർ എ 2 മാച്ച് 100 കോടി കണ്ടെത്താൻ ഇവർക്ക് ഇത്ര ഉത്സാഹമുണ്ട്, പറ്റുന്നുണ്ട്. ഇവിടെ നമ്മുടെ തന്നെ ഫുട്ബോൾ പ്ലെയേഴ്സ് അനസ് എടത്തൊടിക, ആഷിഖ് കുരുണിയൻ, ഇവരൊക്കെ ഇതൊരു 2023 ജൂലൈയിലൊക്കെ ടോക്കായിട്ടുള്ളൊരു സാധനമായിരുന്നു. ഈ അർജൻറ്റീനൻ ടീം വരാൻ പോകുന്നു, കൊണ്ടുവരാൻ പോകുന്നു. ആ സമയത്ത് തന്നെ ഇവർ റെസ്പോണ്ട് ചെയ്ത 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം തന്നെ ഐ തിങ്ക് റിപ്പോർട്ട്സിലാണ് അനസ് എടത്തൊടിക പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അർജൻറ്റീന വന്നു പോകുന്നതിനെ കുറിച്ചിട്ട്. മുഖ്യമന്ത്രി മന്ത്രി പറഞ്ഞ്
100 കോടി ചിലവാക്കി അർജന്റീന ടീമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കളി കാണുമെന്ന് തോന്നുന്നുണ്ടോ? അവരതിൻ്റെ ആരാധകർ അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? 1% നമ്മുടെ ഫുട്ബോളിന് പറയുമ്പോൾ ഇതിപ്പോൾ ആശിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇത് അനൗൺസ് ചെയ്ത സമയം എന്തൊക്കെ പറഞ്ഞ അർജന്റീന ഫാൻസ് ആണ്. അത് എനിക്ക് ഏത് ഫാൻസ് ആണെന്നുണ്ടെങ്കിലും അവൻ പറഞ്ഞതിൽ എന്താ കാര്യമില്ലാത്ത. ഇപ്പോൾ ഫുട്ബോളിന്റെ ഉള്ളിൽ അറിയുന്ന ആളുകളാണ്, അവനക്കറിയാം, അവൻ കളിച്ചു വരുന്ന കുട്ടിയാണ്, എന്താണ് ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയ സാധനം എന്ന് അവന്റെ യങ് ഏജിൽ അവൻ മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ അവൻ സ്മാർട്ടായിട്ടല്ലേ. ഏജ് വയസ്സ് 37-40 വയസ്സാകുമ്പോ അല്ലേ ഈ സാധനം പറയുന്നത്. അവന്റെ യങ് ഏജിലാണ് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് വേണം, കൊണ്ടുവരണം. നമ്മളും അഭിപ്രായക്കാരനാണ്, നമുക്കൊക്കെ താല്പര്യം കൊണ്ടുപോയി മലപ്പുറത്ത് വന്ന് കളിക്കണത് തീർച്ചയായും താല്പര്യമുണ്ട്. ഓക്കെ, 60 ലക്ഷം രൂപ അത്ലറ്റ് മീറ്റ് നടത്താൻ പറ്റാനായിട്ട്, യൂണിവേഴ്സിറ്റി നടത്താൻ പറ്റാനായിട്ട്, അത് എനിക്ക് തോന്നുന്നത് 60 ലക്ഷം കൊടുക്കാൻ പറ്റിയത് അത് ഇവിടെ നടത്താൻ പറ്റിയത് അത് ഒഡീഷയ്ക്ക് മാറ്റി എന്നുള്ളത്. എനിക്ക് ഇതിന്റെ ചിലപ്പം റോങ് മെസ്സേജ് ആയിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ എന്നോട് പറഞ്ഞത് കേട്ടു അറിഞ്ഞിട്ടില്ല, കേട്ടു. അങ്ങനെ ഈ സാധനം 60 ലക്ഷം റുപ്യക്ക് അത്ലറ്റ് മീറ്റ് ഇവിടെ നടത്താൻ പറ്റാതെ അത് ഒഡീഷയ്ക്ക് കൊണ്ടുപോയ അതേ സ്ഥലത്ത് 100 കോടി എടുത്തിട്ട് അർജന്റീന കൊണ്ടുവരാം. അപ്പം ഈ സാധനം നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മളെ ഗ്രൗണ്ടുകൾക്കും ഡെവലപ്പ് ചെയ്യുന്നതിനും ഡെവലപ്മെന്റിങ് ഒക്കെ ഇതാ. അപ്പം അല്ലെങ്കിൽ അത് സ്വാർത്ഥതാന്ന് പറഞ്ഞൂടെ നമുക്ക്. ഇത് എന്ത് ഒരു വരുന്ന കളി കാണുന്ന നമുക്ക് ഇന്ന് അവരെ കളി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോയി കണ്ടാ പോരെ. ഇത് നമുക്ക് എന്തായാലും ഇതിന് പറയാം, ഇത് അവരെ സത്യത്തിൽ ഇവരെ പോക്കറ്റിൽ നിന്ന് തുന്നലല്ലോ കൊടുക്കുക. എങ്ങനെ ഫണ്ട് കൗൺസിൽ ഉണ്ടാവും, അസോസിയേഷനുകൾ ഉണ്ടാവും, എങ്ങനെ കൊണ്ടുവരുന്ന അതിനൊരു CSR ഫണ്ടോ എന്താ എങ്ങനെ ആരെങ്കിലും സ്പോൺസറോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതിലൊക്കെ നമ്മളൊരു ഇൻവോൾവ്മെന്റ്, നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ പറയണ്ട, നമ്മളൊന്നും ഇന്റർഫെയർ ചെയ്യുന്നില്ലല്ലോ ഇതിൽ എന്നുള്ള സാധനം അല്ല. നമ്മളൊക്കെ ഇതിൽ പോകേണ്ട ആളുകളും നമ്മളൊക്കെ ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആളുകളുമായി മാറും ഒരു പക്ഷേ പല രീതിയിലും. അപ്പം ഞാൻ പറയുന്നത് കൊണ്ടുവരണ്ട എന്നല്ല, അവർ വേണം, അവർ വരണം. പക്ഷെ എന്ത് പ്രയോജനം, എന്താണ് ഇതിൽ കാണുന്നത്? ഇതിലും നല്ലൊരു ചോദ്യം ചോദിക്കാനില്ല. ഇതിന് ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അർജന്റീനൻ ഫാൻസിനും പറയാം. ഇതൊരു ഫാൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ലോ. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇവർ വന്നു പോയത് കൊണ്ട് എന്താണ് ഈ നാട്ടിൽ ഫുട്ബോളിന് കിട്ടാൻ പോകുന്നത്. ഏറിപ്പോയാൽ കുറച്ച് പ്ലേയേഴ്സിനൊരു ഇൻസ്പിറേഷൻ വരും. അതിപ്പോൾ മെസ്സിയിൽ ഇൻസ്പയർഡ് ആയിട്ടും അർജന്റീനൻ ടീമിൽ ഇൻസ്പയർഡ് ആയിട്ടും കാലാകാലങ്ങളിൽ വർഷാവർഷങ്ങളിൽ ഒരുപാട് പേര് ഫുട്ബോൾ കളിച്ച് വരുന്നില്ലേ. പ്രത്യേകിച്ച് ഇവർ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 10 പ്ലേയേഴ്സിന് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ ആ 10 പ്ലേയേഴ്സിന് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഫെസിലിറ്റി ഇവിടെ ഉണ്ടോ? ഒന്നും വേണ്ട. ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ സർക്കാർ ചിലവിൽ എന്തെങ്കിലും ഒരു റീഹാബ് സെൻറ്റർ കാണുമായിരിക്കും. പക്ഷെ അതിൽ എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടും? ലോക്കൽ ടാലൻസിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കുറേ ടൂർണമെൻറ്റ്സ് വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, കേരള സൂപ്പർ ലീഗ് പോലെ. ബട്ട് സ്റ്റിൽ കേരള സൂപ്പർ ലീഗിലും ആണെങ്കിലും കുറേ പ്ലേയേഴ്സിനൊന്നും അവൈലബിൾ ആക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ കുറേ റീസൺസ് വേറെ കിടക്കുന്നുണ്ട്. സോ എങ്ങനെ നോക്കിയാലും ഒരു ചോദ്യത്തിന് ഇവിടെ ഉത്തരം ആർക്കും കിട്ടില്ല. ഈ ഒരു 100 കോടി കൊടുത്ത് അർജന്റീനയും മെസ്സിനെയും ഇവിടെ എത്തിക്കുന്നത് കൊണ്ട് കേരള ഫുട്ബോളിനും ഇന്ത്യൻ ഫുട്ബോളിനും എന്ത് മാറ്റം സംഭവിക്കുന്നുള്ളത്. ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അർജന്റീന ടീമിനെയും മെസ്സിനെയും ബസ് കയറ്റിയിട്ട് കേരളം മൊത്തം ആലപ്പുഴയും മറ്റേ ഇവിടെ എന്തായാലും ഒരു ഇടുക്കിയും മൂന്നാറും അങ്ങനെയൊക്കെ ചുറ്റിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേരള ടൂറിസം രക്ഷപ്പെടും. ഇത് അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അല്ലാതെ ഇവിടെ ഒരു ബേസിക് സ്ട്രക്ചർ പോലും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഇവരെ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചിലവാര് നോക്കും. ഒരു 100 കോടി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇവരെ കളിപ്പിക്കാനുള്ള ഗ്രൗണ്ടിൻ്റെ പുതിയ എന്താ പറയുക, കൊച്ചി ഗ്രൗണ്ടാണെന്നുണ്ടെങ്കിൽ അത് റിനോവേറ്റ് ചെയ്യാനുള്ള പൈസ കൂട്ടിയിട്ടാണോ പറയുന്നത്, അതോ ഇനി ഇതിൻ്റെയൊക്കെ പുറമേ അത് ആ പൈസ വേണോ? കുറേ ചോദ്യങ്ങൾ ഇഷ്ടം. പിന്നെ അവർ സെക്യൂരിറ്റിക്കാൻ എത്ര ചിലവാകുന്ന വിചാരം. ഇപ്പോൾ ഇതിൽ അനസദ് ഇടത്തൊടിക ഇതിൽ ആഷിഖ് കുര്യൻ്റെ കാര്യം പറഞ്ഞു. ആഷിഖ് ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് അന്ന് ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഞാൻ ആഷിഖ് അന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടി വയ്ക്കാം. ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മലപ്പുറത്ത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഗ്രൗണ്ടില്ല. ഒരുപാട് ISL പ്ലേയേഴ്സ് ഉണ്ട് മലപ്പുറത്ത്, ഒരുപാട് ഇന്ത്യൻ പ്ലേയേഴ്സും വന്നിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. കറൻ്റ് നാഷണൽ ടീം കളിക്കുന്ന, അണ്ടർ-19 നാഷണൽ ടീം കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. സീനിയർ ടീമിൽ നാഷണൽ ടീമിൽ വന്ന് കളിച്ച് പോയ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അവരിപ്പോഴും ISL കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഒരുപാട് ISL കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. വിരലിൽ എണ്ണാൻ പറ്റുന്നതിലേറെ ISL കളിക്കുന്ന പ്ലേയേഴ്സ് മലപ്പുറത്ത് നിന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ജിം ചെയ്യാറ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യാറ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാറ് ടർഫ് റെൻറ്റിന് എടുത്തിട്ടാണ്. ടർഫ് റെൻറ്റിന് എടുക്കാമെന്ന് പറഞ്ഞാൽ 7 സൈസിലുള്ള ഗ്രൗണ്ടായിരിക്കും. ശരിക്കും 7 സൈസുള്ള ഒരു ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു ഉപയോഗമില്ല.
ഞങ്ങൾക്ക് ആകെ ഒരു കണ്ടീഷനിങ് വർക്ക് മാത്രമേ അവിടെ ചെയ്യാൻ പറ്റൂ. ഞാൻ നാഷണൽ ടീമിൽ ഈ ഗോർഷിമ കോച്ചായിട്ട് വന്ന സമയത്ത് ഫസ്റ്റ് 1-2 സെക്ഷൻ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ആളെന്നോട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ വീക്കായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു തന്നിട്ട് ഇനി നാട്ടിൽ പോയിട്ട് ഒരു 2-3 മാസം ഞങ്ങൾക്ക് ആ സമയത്ത് ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രീ സീസൺ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആൾ പറഞ്ഞു, ഓഫ് സീസൺ ആയിരുന്നു, കുറച്ച് വീക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ആ ബോൾ വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് നാട്ടിലെത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 മാസമായിട്ട് തിരിച്ച് ക്യാമ്പിൽ വന്നപ്പോൾ ആൾ ചോദിച്ചു, റൂമിൽ വിളിച്ചിട്ട് ചോദിച്ചു, ആൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ പ്ലേസിനായിട്ട് സംസാരിക്കാറുണ്ട് കോച്ച്. വിളിച്ച് ചോദിച്ചു പ്രാക്ടീസ് ചെയ്തോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ചെയ്യാതെ. ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രൗണ്ടില്ല ചെയ്യാൻ. മലപ്പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഇതാണ് സത്യം. മലപ്പുറത്ത് ആകെയുള്ള ഒരു സ്റ്റേഡിയമാണ് കോട്ടപ്പടി സ്റ്റേഡിയം, മഞ്ചേരി സ്റ്റേഡിയം. ഈ 2 സ്റ്റേഡിയം ടൂർണമെൻറ്റ്സിനല്ലാതെ തുറക്കില്ല. പിന്നെ ഞങ്ങളെ പോലത്തുള്ള ഇപ്പോൾ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ടർഫേ ഉള്ളൂ. ടർഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രൗണ്ട്. അവിടെ നമുക്കൊരു ക്രോസ് പ്രാക്ടീസ് ചെയ്യാനോ ഒരു ഷൂട്ടിങ് പ്രാക്ടീസ് ചെയ്യാനോ കഴിയില്ല. കുട്ടികൾക്കാണല്ലോ ഓക്കെ, പക്ഷേ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന നമ്മളെ പോലത്തുള്ളവർക്ക് അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഏത് ഗവൺമെൻറ് ആണെങ്കിലും, മുന്നേ ഭരിച്ചവരാണെങ്കിലും പിന്നീട് ഭരിച്ചവരും ആരാണെങ്കിലും കാലങ്ങളായിട്ടുള്ള സിറ്റുവേഷനാണിത്. ഇപ്പോൾ ഞാൻ കേട്ടു എന്തോ അർജൻറ്റീനയുടെ എന്തോ മാച്ചിന് 36 crore എന്തോ കേരള ഗവൺമെൻറ് എന്തോ കേട്ടു. പക്ഷെ അത് ഏത് ഗവൺമെൻറ് ആണല്ലോ ഓക്കെ. ഫസ്റ്റ് നിങ്ങൾ ഫുട്ബോളിന് സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നാട്ടിൽ പ്ലേയേഴ്സിന് വളർന്നു വരാൻ അവർക്ക് എന്താ വേണ്ടത് അത് ചെയ്യാണ് വേണ്ടത്, അടിസ്ഥാന സൗകര്യം. കാരണം ശരിക്കും സങ്കടമായിട്ടുള്ള കാര്യമാണ്. ഞാൻ കോച്ചിനോട് ചോദിച്ചു നീ നാട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്തോ. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. സത്യത്തിൽ ആൾ പറഞ്ഞ കാര്യം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എനിക്ക് 11th ഗ്രൗണ്ട് വേണം. 11th ഗ്രൗണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഗ്രാസ് ഉള്ള ഗ്രൗണ്ട് വേണം, എന്നാലും എനിക്കത് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അതില്ല, മലപ്പുറത്ത് അതില്ല. അപ്പോൾ ആളിനോട് പറഞ്ഞു എന്നാൽ നീ പോയിട്ട് വല്ല പാർക്കിലും പോയിട്ട് ചെയ്തുവിടായിരുന്നു, എവിടെ ഗ്രാസ് ഉള്ള പാർക്കിൽ. ഞാൻ പറഞ്ഞു സാർ യൂറോപ്പ് പോലെ എൻ്റെ നാട്ടിൽ എവിടെയും ഗ്രാസ് ഉള്ള പാർക്കൊന്നുമില്ല. എനിക്ക് അതും ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അവിടെ പോയിട്ട് തോന്നുന്നില്ല എനിക്ക് അവിടെ ബോൾ അടിച്ച് കളിക്കാൻ കഴിയുന്നു. പക്ഷെ ശരിക്കും ഇതാണ് സത്യത്തിൽ സിറ്റുവേഷൻ. ഫുട്ബോൾ നാഷണൽ പ്ലെയറിൻ്റെ സങ്കടമാണ് ഇവിടെ ഒരു വർഷം മുമ്പ് ആഷിക്ക് പങ്കുവെച്ചത്. ഇപ്പോൾ ആഷിക്കിന് ഈ പറഞ്ഞ പോലെ കോട്ടപ്പടി സ്റ്റേഡിയം, ഞാൻ മലപ്പുറക്കാരനാണ്, എൻ്റെ വീട് കോൽമണ്ണയാണ്, കോട്ടപ്പടി അത്ര ദൂരമൊന്നുമില്ല, പോയ 1 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കോട്ടപ്പടി സ്റ്റേഡിയം അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴും ഞാൻ കാണുമ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. അങ്ങനെ ലോക്കൽ ടാലൻസിനോ ബാക്കിയുള്ളവർക്കോ കളിക്കാനുള്ള ഒരു ഫെസിലിറ്റി. ഇപ്പം ഞാനൊക്കെ പണ്ട് അവിടെ പോയി ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിച്ചിരുന്നതാണ് ഈ പുല്ല് വയ്ക്കുന്നതിന് മുമ്പെയൊക്കെ. ഓക്കെ, അന്നൊക്കെ തിരക്കായിരുന്നു. വണ്ടി നിർത്തിയിട്ട് നമ്മളവിടെ ഫുട്ബോൾ ഒരു സൈഡിൽ ക്രിക്കറ്റ് അതിൻ്റെ ഇടയിൽ ആകെ നാട്ടുകാർക്ക് ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വൈബാണ് അവിടെ. ഇതൊക്കെ മാറി വലിയൊരു ഫെസിലിറ്റി വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലാണെന്നുള്ളത്. അവിടെ തോന്നുന്നില്ല. ഇപ്പോൾ ആഷിക്കിന് ഇത് പറഞ്ഞതിന് ശേഷം തുറന്നു കൊടുത്തോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ലെങ്കിലും അവിടെ ഇപ്പോൾ ആർക്കെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ ആർക്കെങ്കിലും കളിക്കണമെന്നുണ്ടെങ്കിലോ പൈസ മേടിക്കുക, അതേപോലെ പൈസ കൊടുക്കാതെ ഒന്നും നടക്കില്ല. ഓക്കെ, അവർ വാങ്ങും, കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ വേണം എന്നുള്ളതായിരിക്കും അവരുടെ സ്കീം. നിങ്ങൾ വന്ന് കളിച്ചിട്ട് പോയിക്കോ, പക്ഷേ അതിന് ഫീ തരണം. പക്ഷേ എല്ലാ ലോക്കൽ ടാലൻസിനും അത് പറ്റുമോ? അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ സർക്കാർ എന്ത് ചെയ്യണം? ഈ 100 കോടി പിരിച്ചിട്ട് അർജൻറ്റീന കൊണ്ടുവരുന്ന പരിപാടി, ഇതേ കാശ് പിരിച്ചില്ലെങ്കിൽ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടുത്തെ ടാലൻറ്റ് വളരാനെന്ന് പറഞ്ഞാൽ ആളുകൾ കൊടുക്കില്ലേ? കാരണം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരില്ലേ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഫീയും കാര്യങ്ങളും ഒഴിവാക്കി നിങ്ങൾ കളിക്കുന്നു പറഞ്ഞാൽ ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. ഇന്ന് ഇന്നലെ റിപ്പോർട്ടർ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വന്നിട്ട് മലപ്പുറത്ത് വന്നിട്ട് ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ അർജൻറ്റീനേൻ്റെ കാര്യം. ഇന്നലെയല്ല, 2 ദിവസം മുമ്പ് ഈ ന്യൂസ് വന്ന സമയത്ത്. അന്ന് നമ്മളെ മലപ്പുറത്ത് തന്നെയുള്ള ഒരു കോച്ച് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സാജറുദ്ദീനാണ് കോച്ച് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ കേട്ടോ. നമ്മൾക്ക് കേരളത്തിലെ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഗുണവും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കളിക്കാരൻ എന്ന നിലക്കല്ല, ആരാധകന് എന്ന നിലക്കാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. കാരണം അയാളുടെ ഉള്ളിൽ ഒരുപാട് ആവേശം വരും, കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നേരം മറിച്ച് ഒരു കളിക്കാരന് കിട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇൻഫ്രാസ്ട്രക്ചറാണ് കിട്ടേണ്ടത്. നിങ്ങൾ തന്നെ ഇവിടെ വരാൻ കാരണം എന്താ? മലപ്പുറത്ത് വരാൻ കാരണം എന്താ? മലപ്പുറത്ത് ഫുട്ബോളിൻ്റെ മക്കയാണെന്ന് എല്ലാവരും പറയപ്പെടുന്നു. പക്ഷേ ഇവിടെ മലപ്പുറത്ത് മക്കയായിട്ട് ഇവിടെ ഒരു തരി ഫുട്ബോളിൻ്റെ മണ്ണ് പോലും ഇവർ തരുന്നില്ല. ഇവിടെ ഫുട്ബോൾ നിലനിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെവൻസ് ഫുട്ബോൾ ചുറ്റുഭാഗം നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഫുട്ബോൾ നിലനിൽക്കുന്നത്. അല്ലാതെ ഇവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ മറ്റേ ഫുട്ബോളിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളോ ചെയ്തിട്ടല്ല ഇവിടെ ഫുട്ബോൾ നിലനിൽക്കുന്നത്, ഫുട്ബോൾ കളിക്കാരുണ്ടാവുന്നത്. നമുക്ക് വേണ്ടത് ഇവിടെ മൈതാനങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ആഷിഖ് കുരണിയൻ എന്ന ആളാണ് ഇവിടെ നിന്ന് ഇന്ത്യ കളിച്ചിട്ടുള്ളത്. ആ ആഷിഖ് കുരണിയൻ ഉണ്ടാക്കിയ ആളാണ് ഞാൻ. അവൻ എൻ്റെ പ്രൊഡക്റ്റാണ് ആഷിഖ് കുരണിയൻ. ആ പ്രൊഡക്റ്റിന് ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ടാണിത്.
ഈ ഗ്രൗണ്ട് ഇന്ന് ഇവിടുന്ന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 3300 രൂപയും ടാക്സും അങ്ങനെ എന്തോ കൊടുക്കണം. ആണോ? ഒരു മണിക്കൂർ നേരത്തിന്. ഒരു മണിക്കൂറിന്? ഒരു മണിക്കൂറിന് കിട്ടും. അടച്ചിട്ടുണ്ട് എന്താ പ്രയോജനം? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അടച്ചിട്ടിട്ട് ഒരു കാര്യമില്ല. ആരായിരുന്നു ചുമതല? ഇത് സ്പോർട്സ് കൗൺസിൽ. അപ്പോൾ സ്പോർട്സ് കൗൺസിൽ എന്താ ഇങ്ങനെ? അതായത് അവർക്ക് കിട്ടുന്ന വരുമാനമാണ് അവർ കളിയില്ല. കാരണം സ്പോർട്സ് കൗൺസിൽ കിട്ടുന്ന വരും. പക്ഷേ പരിശീലനത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കില്ലേ? ഒരിക്കലും ഇല്ല. പരിശീലനത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കില്ലേ? ഇല്ല, ഒരിക്കലും കൊടുക്കൂല എന്നുള്ള അവരുടെ ധാരണ. അതെന്താ അവരങ്ങനെ തീരുമാനം എടുക്കുന്നത്? അത് അവരുടെ തന്നെ ചോദിക്കണം. അത് കായിക വകുപ്പ് മന്ത്രി ഇടപെട്ടാൽ നടക്കൂലേ? കായിക മന്ത്രി ഇടപെട്ടാൽ നടക്കും. അവർ വിചാരത്തന്നെ നടക്കുമല്ലോ. അതായത് ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഇത് 11s കളിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇത് 11s കളിക്കാം, കഷ്ടിച്ച് 11s കളിക്കാം. കാരണം 100 മീറ്ററേ ഉള്ളൂ, പിന്നെ വീതിയും കുറവാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അത്യാവശ്യം ഈ കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയങ്ങളൊന്ന് തുറന്നു കൊടുക്കണം. അതെ, തീർച്ചയായിട്ടും. മലപ്പുറത്ത് ഈ ഗ്രൗണ്ടിൽ കളിച്ച് വളരാത്ത ഇന്ത്യൻ ഫുട്ബോളിൽ മലപ്പുറം ലെവലിൽ കളിക്കാത്ത ഒരു കളിക്കാർ പോലും മലപ്പുറം മൈതാനത്ത് ഉണ്ടായതാണ്. എന്നിട്ട് പോലും ഈ മൈതാനത്തിന് അത്രയും ചരിത്ര പ്രാധാന്യമുള്ളൊരു മൈതാനമാണത്. കോട്ടപ്പടി മൈതാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ചരിത്രങ്ങളുള്ള മൈതാനം. ഇവിടുന്ന് ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഇപ്പോൾ ഷറഫ് അലി നമ്മളെ പ്രസിഡന്റ് വരെ ഇവിടുന്ന് കളിച്ച് വളർന്നിട്ടുള്ള ആളാണ്. ഇവിടുന്നാണ് കളിച്ചിട്ടുള്ളത്. ഇവിടുന്നാണ് കളിച്ച് സോക്കറിന് കളിച്ച്, അവിടുന്ന് കളിച്ച് ഇന്ത്യ കളിച്ച്. അതേപോലെ ലാസ്റ്റ് ഏറ്റവും അവസാനം ആഷിഖ് കുർണിയാൻ, ഇയാൾ പോലും ഇവിടുന്നാണ് കളിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും മലപ്പുറത്ത് ഇവിടെ ഈ ചുറ്റുഭാഗത്തും ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊക്കെ കളിച്ചിരുന്ന കാലത്ത് എന്നുണ്ടെങ്കിൽ ഞാൻ അഷ്റഫാഖാൻ്റെ കൂടെ ഞാൻ കളിക്കാൻ ഭാഗ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടുന്ന് സെവൻസിന് ഒരുപാട് ടീമുകൾ പോകുമ്പോൾ 8ഉം 10ഉം ജീപ്പുകളായിരുന്നു ഇവിടെ നിർത്തിയിരുന്നത് വൈകുന്നേരങ്ങളിൽ. കാരണം എന്താ വെച്ചാൽ സെവൻസിന് ടീം പോകാൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഓരോ ഭാഗങ്ങൾക്ക് ടീം പോകും. അങ്ങനെ ആ ടീം ഫസ്റ്റ് മാച്ച് കളിക്കും, സെക്കൻഡ് മാച്ച് 2 കളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് മലപ്പുറത്തിൻ്റെ ചുറ്റുഭാഗത്തു നിന്ന്, മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു കളിക്കാരനെ പോലും തിരഞ്ഞിട്ട് കിട്ടാനില്ലാണെന്ന് എനിക്കറിയാം. കാരണം എന്താ, ഞാനൊരു കോച്ചാണ്. മൈതാനങ്ങളില്ല, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല. മെസ്സിയെ കൊണ്ടുവന്നാലും അർജന്റീനയെ കൊണ്ടുവന്നാലും അതിനിപ്പോൾ 100 കോടി രൂപ ചെലവ് വരുമെന്നൊക്കെയാണ് കണക്ക് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നത്? അതായത് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ബേസിക് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. ഇനി ഇങ്ങനത്തെ ന്യൂസുകളുടെ അടിയിൽ വന്നൊരു കമൻറ്റാണ്. ബഹുമാനപ്പെട്ട കായിക മന്ത്രിയുടെ ശ്രദ്ധയ്ക്ക്, സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലുകളിൽ നടത്തിപ്പിന് പണം മാസങ്ങളായി ലഭിക്കുന്നില്ല. ഹോസ്റ്റലുകൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ് എല്ലാ സ്ഥാപനങ്ങളും. ഡിസംബർ മാസം മുതൽ സ്പോർട്സ് കൗൺസിൽ കുട്ടികളിൽ നിന്നും പണം അഡ്വാൻസ് ആയി വാങ്ങുവാനുള്ള തീരുമാനത്തിലേക്ക് സ്ഥാപനങ്ങൾ നീങ്ങാൻ ഒരുങ്ങുന്നു. ഈ വിഷയമാണ് ഇവിടെ അടിയന്തരമായി പരിഹരിക്കേണ്ടത്. സ്പോർട്സ് മിനിസ്റ്ററോടാണ്. നിങ്ങൾ മെസ്സിനെ കൊണ്ടുവരുന്നതും അർജൻറ്റീനയെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നതും ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ വലിയ സംഭവം കാണിച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ ഈ പണി കാണിക്കുക. എന്നാൽ എല്ലാവരും കയ്യടിയും. ഇവിടെ മെസ്സിനെ കൊണ്ടുവരണം, അർജൻറ്റീന കളിക്കണം, എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും കളി കാണാൻ പോകും. ഇനി അതിന് എന്ത് സപ്പോർട്ട് വേണോ, ഇന്നാൽ കഴിയുന്ന സപ്പോർട്ട്. 10 ടിക്കറ്റ് വിൽക്കാനാണെങ്കിൽ ആ ഒരു സ്റ്റോറിയോ ആ വീഡിയോ ഇട്ടിട്ട് ഞാനും വിറ്റ് വരും, ഒരു കുഴപ്പമില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ, ഫൗണ്ടേഷൻ, ഗ്രാസ് റൂട്ട് ലെവലിൽ ഫുട്ബോളിൽ നിങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫെയിലിയർ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ മാത്രമല്ല, ഇതിന് മുമ്പ് ഭരിച്ചിരുന്ന സ്പോർട്സ് മിനിസ്റ്റേഴ്സും ഇവിടെ ഭരിച്ചിരുന്ന സർക്കാരുകളും പാർട്ടിക്കാരും ഒക്കെ. കാരണം എന്താണ് ഇല്ലാതാവുന്നത്? ബേസിക് സ്ട്രക്ചർ ഇല്ലെങ്കിൽ പിന്നെ എന്താ ഇല്ലാതാവുന്നത്? സ്പോർട്ട് ഇല്ലാതായി ആ നാട്ടിൽ. ഞാൻ മലപ്പുറക്കാരനാണ്. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് പണ്ട് ഞങ്ങളെ കൂട്ടലങ്ങാടി ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ MSPൻ്റെ കയ്യിലാണ്. അതിൻ്റെയൊക്കെ ഇപ്പോഴൊക്കെ പെർമിഷൻ എടുക്കണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ കയറി കളിക്കുകയാണ് അവിടെയൊക്കെ. ഇപ്പോൾ പെർമിഷൻ വേണം, 10 ആളോട് ചോദിക്കണം, വേറെ ഏതെങ്കിലും ഒരു അക്കാഡമിക്ക് വാട്. എല്ലാം അങ്ങനെയായി മാറി, എല്ലാം ബിസിനസ്സായി മാറി. പാടാണ്. ലോക്കൽ ടാലൻസിന് സർവൈവ് ചെയ്യാൻ വളരെയധികം പാടാണ്. ഓക്കെ, അങ്ങനത്തെ സാഹചര്യത്തിൽ ദയവ് ചെയ്തിട്ട് മെസ്സിക്കോ അർജൻറ്റീനയ്ക്കോ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതിനേക്കാൾ കൂടുതൽ ഒരു എന്താ പറയുക, ഒരു 100 ഇരട്ടി കൂടുതൽ നിങ്ങൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കാൻ വേണ്ടി കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒരു മെസ്സി എന്ന് പറയുമ്പോൾ, അർജൻറ്റീന എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രൈഡ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുമ്പോൾ ഒരു പ്രൈഡ് ഉണ്ട്. അതേപോലെ തന്നെ നാളെ ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്ന് പറയുമ്പോൾ ഒരു പ്രൈഡ് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ടാലൻറ്റുകൾ വളർന്നു വരണം, ടീം ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലെയേഴ്സ് വരണം. അതിനൊക്കെ ആദ്യം ഒരു ഫെസിലിറ്റി കിട്ടണം. ഓക്കെ, അതിനുള്ള പരിപാടി നോക്കുക. മെസ്സി അർജൻറ്റീനയും വരട്ടെ, വരുന്നതുകൊണ്ട് സന്തോഷം. പക്ഷേ ഇവിടുത്തെ ഫുട്ബോളിൽ എന്ത് മാറ്റം സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല.